എല്ലാവർക്കും ആളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊപ്പക്കായ പച്ചടിയാണ്. അപ്പോൾ ഈ ചാനലിലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി കൊപ്പക്കായ പച്ചടിയാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിവിടെ ഞങ്ങളുടെ ലഞ്ചിന് കൊപ്പക്കായ പച്ചടിയും എരിശ്ശേരിയുമാണ്. പപ്പായയുടെ പീസസ് ഒരു 3 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. തേങ്ങ 1 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പപ്പായയുടെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്താണ് 3 കപ്പ്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്യണ്ട. പിന്നെ കറി ലീവ്സും പിന്നെ പച്ചമുളക് 2 ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങ അരയ്ക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ 1 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും. ഇതാദ്യം നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്ത് നല്ലോണം സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഈ സമയം നമ്മുടെ കൊപ്പക്കായ ഇവിടെ വെന്തിട്ടുണ്ടാവും. തുറന്ന് നോക്കാം നമുക്ക്. കണ്ടില്ലേ, അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഉടച്ചും കൂടി ഒന്ന് എടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി വെള്ളം നല്ലോണം ഒന്ന് വറ്റുക. അത്യാവശ്യം നല്ലോണം വറ്റി കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വരെ വേവിക്കാം. അപ്പോൾ ആ തേങ്ങയൊക്കെ വെന്ത് കിട്ടും. കണ്ടോ, നല്ലോണം വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 2 കപ്പ് തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തൈര് ചൂടായാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കണ്ടോ, അതൊന്ന് ചൂടായി അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകും മുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കടുക് നമുക്ക് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊപ്പക്കായ പച്ചടി അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അതിനാട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യണേ. അപ്പോൾ അടിപൊളി പച്ചടിയാണ് കൊപ്പക്കായ പച്ചടി, കൊപ്പക്കായ എരിശ്ശേരി. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ. അപ്പോൾ കൊപ്പക്കായ എരിശ്ശേരിയുടെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു. ബൈ.